മതിലിന്റെ അപ്പുറത്തു നിന്നുള്ള ശബ്ദം പണ്ട് മുഹമ്മദ് ബഷീറിനെ പറ്റിയ പ്രേമം പോലെ ആവോ? ആരാണോ ചോദിച്ചത്? ഞാനാണ് നാണി. ഇഷ്ടമുള്ളവര് നാണിക്കുട്ടി നാണിക്കുട്ടി എന്ന് വിളിക്കും. ദൈവമേ, ഒരു പെണ്ണാണല്ലോ. നാണിക്കുട്ടിക്ക് എത്ര വയസ്സായി? എന്റെ ദൈവം, എന്താ ചോദിച്ചത്? 1000 രൂപ കടന്നല്ലല്ലോ ചോദിച്ചത്, വയസ്സല്ലേ? എന്റെ ശബ്ദം കേട്ടിട്ട് എത്ര തോന്നിക്കും? ഞാൻ തന്നെ പറയണമെന്ന് എന്താ ഇത്ര നിർബന്ധം? നിങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. ശബ്ദം കേട്ടാ കുട്ടിക്ക് ഒരു 18 വയസ്സ്. എന്റെ ദൈവമേ, സോറി ട്ടോ, സ്ത്രീകൾക്ക് വയസ്സ് കൂടുതൽ പറയേണ്ടത് അത്ര ഇഷ്ടമുള്ള കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഒന്ന് കുറച്ച് 17 വയസ്സ്. മധുര 17. ദൈവമേ, ഈ പ്രായത്തിൽ എനിക്ക് ഒരാളെ പ്രേമിക്കാൻ പറ്റിയല്ലോ. നാരായണിയല്ല, നാണി. നാണി, എന്റെ ശബ്ദം കേട്ടിട്ട് നാണിക്ക് എന്ത് തോന്നുന്നു? ഞാൻ എങ്ങനെ ഇരിക്കും? നിങ്ങൾ ശബ്ദം കൊണ്ടാണ് ഇരിക്കണത്. എനിക്ക് നാണിയെ ഒത്തിരി ഇഷ്ടായി. എനിക്കൊന്ന് നേരിട്ട് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എനിക്കും കാണണമെന്നുണ്ട്. എനിക്ക് വേണമെങ്കിൽ നാണിയെ ഇപ്പോ എന്റെ ഈ ഭൂതക്കണ്ണാടി വെച്ച് കാണാം. ഞാൻ ഈ ഭൂതക്കണ്ണാടി ഈ മതിലിനോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. നാണി സുന്ദരിയാണോ നാണി? അതെ, ഞാൻ കണ്ടാൽ ഷീലയെ പോലെ ഇരിക്കും. ആണോ? പിന്നെ എന്റെ കവളത്തൊരു മറുകുണ്ട്. മറുകോ? എങ്കിൽ ഞാൻ ആ മറുക് പിച്ചി മാന്തി പൊളിച്ചെടുക്കും. മറുക് അത്ര ഇഷ്ടമാണ്. അതുകൊണ്ടല്ല, മറുക് കാണുമ്പോ എനിക്ക് ഉണക്കമുന്തിരി ഓർമ്മ വരും, അതുകൊണ്ടാ. ഞാൻ എന്റെ കൈകള് ഈ മതിലിനോട് ചേർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ നിന്നെ ഒന്ന് അമർത്തി മോച്ചോട്ടെ നാരായണി. അയ്യോ വേണ്ട. എന്താ? അമർത്തി ചുംബിച്ചാലേ തകരത്തിന്റെ മതിലാണ്. ഒന്നാമത്തെ ഇടിഞ്ഞു പൊളിഞ്ഞ് എന്റെ മേത്ത് വീഴും. പിന്നെ ചുണ്ടാണെങ്കിലേ പൂവിരിഞ്ഞ പോലെ മലർന്നു പോകും. നിന്റെ മുടിയുടെ മണം എന്നെ മത്ത് പിടിപ്പിക്കുന്നു നാരായണി. നത്ത് പിടിപ്പിക്കും? നത്തല്ല, മത്ത് 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 പിടിപ്പിക്കുന്നു. പുരുഷന്റെ ഗന്ധം എന്നെ ഇക്കിളി കൂട്ടണം. ആണോ നാണി? നിനക്ക് ഈ മതില് ചാടി ഇങ്ങോട്ട് വന്നൂടെ? എന്റെ പേര് പീട്രീഷ എന്നല്ല. പിന്നെ നാണി, എനിക്കിവിടെ ഭയങ്കര സ്വാതന്ത്ര്യം കേട്ടോ. ഇവിടെയുള്ള എല്ലാവരും എനിക്ക് എന്റെ അളിയന്മാരെ പോലെയാ. എന്താ ഒരു ശബ്ദം? പട്ടി കല്ലറിഞ്ഞതാ. കൃത്യം പട്ടിക്ക് തന്നെ കൊണ്ടു. ചേട്ടന്റെ ശബ്ദം കറക്റ്റ് പട്ടണ പോലെ തന്നെ. അതെ അല്ലേ? അപ്പോഴേ റാണി, നാളെ എപ്പോഴാ കാണുക? ഞാനിവിടെ വരുമ്പോ ബഷീറിന്റെ മതിലിനെ പോലെ കമ്പോ ജില്ലയെ മുകളിലോട്ട് എറിയാം. അയ്യോ, അതൊന്നും അറിയണ്ട. അതൊക്കെ എറിഞ്ഞാൽ എന്റെ തലയിലൂടെ പ്രശ്നമാവും. പറ്റുമെങ്കിൽ ഒരു ഫുൾ ബോട്ടിൽ റമ്മോ ഒരു അര ബോട്ടിൽ വിസ്കിയോ അങ്ങനെ എന്തെങ്കിലും എറിഞ്ഞാ മതി. റാണി, ഞാൻ ഒന്നുകൂടി ഒന്ന് മോച്ചോട്ടെ. ഞാൻ എന്റെ ചുണ്ട് ഈ മതിലിനോട് അമർത്തി വെക്കുക. എന്ത് പറ്റി? മതിലൊരാണി കണ്ടില്ല? ഇവിടെ ഉണ്ട് ആണി. മതിലാണോ? അല്ല, എന്റെ കാലില്. മരുന്ന് കഴിക്കാൻ സെൻട്രൽ ജയിലിന്റെ മുതലല്ലേ? ദൈവമേ, ഇത് ഭ്രാന്താശുപത്രി ആയിരുന്നു. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മതിലുകളിലെ പോലെ പ്രേമമായിരിക്കുമെന്ന് ഞാൻ കരുതിയത്. ഇതിപ്പം ബഷീർ എനിക്ക് പാലും വെള്ളത്തിലാണല്ലോ പണി വന്നത്.